യാത്രകൾ പലർക്കും ലഹരിയാണല്ലേ? അതെ, ഞാനും ഇപ്പോൾ ആ ലഹരി പതിയെ ആസ്വദിച്ചു തുടങ്ങിയാണ്. യാത്രകളാണ് എൻ്റെ ലഹരി എന്ന തലക്കെട്ടോട് കൂടിയ ഒരുപാട് പോസ്റ്റുകളും റീൽസുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിൻ്റെ ലഹരിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ അതിനു പറ്റിയ ചുറ്റുപാടിലല്ലായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ജീവിതം. ഇപ്പോൾ ഞാൻ അറിഞ്ഞു തുടങ്ങി, ശരിക്കും ആസ്വദിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ലഹരി മറ്റൊന്നിനില്ല എന്ന്. ഇന്ന് അതുപോലെയുള്ളൊരു സുന്ദരമായ യാത്രയിലാണ് ഞങ്ങൾ. കാരണം ഈ യാത്രയിൽ സുഭാഷും അശോകനും മാത്രമല്ല, ടോണിയും മില്ലേട്ടനും അണ്ണനും പിന്നെ സാമ്യണ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് കളിയും ചിരിയുമായി നടന്നപ്പോൾ ഈ യാത്ര കുറച്ചുകൂടി മനോഹരമായി. എവിടേക്കാണ് ഈ യാത്ര എന്ന് കരുതുന്നുണ്ടാവൂല്ലേ? അത് മറ്റെവിടേക്കുമല്ല, മൗറീഷ്യസിൽ കോർമണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാടും അതിനിടയിലൂടെ ഒഴുകുന്നൊരു പുഴയും എല്ലാം കൂടി മനോഹരമായ ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ കുറച്ച് മലയാളികൾക്ക് ഒത്തുചേർന്ന സ്ഥലമുണ്ട്, കോർമണ്ടിൽ ഒരു ഗുരുവാലയം. അധിക ഞായറാഴ്ചകളിലും ഞാനവിടെ ഉണ്ടാവും. ഞാനെന്നല്ല, ഇവരിൽ എല്ലാവരും ഉണ്ടാവാറുണ്ട്. അവിടെ കുറച്ച് പ്രാർത്ഥനയും ഭക്ഷണവും എല്ലാം കഴിച്ച് കുറച്ച് സമയം നാട്ടിലെ എല്ലാ വിഷമങ്ങളും മറന്ന് എല്ലാവരും പരസ്പരം കളിയും ചിരിയുമായിട്ട് ഇരിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. അങ്ങനെയുള്ളൊരു ഞായറാഴ്ചയായിരുന്നു. സാധാരണ പോലെ ഭക്ഷണവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നിലേക്ക് എന്ത് വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സാമേട്ട എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരെയും കൂട്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഓ, സാമേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നില്ല അല്ലേ? സാമേട്ടനെയും ഗുരുവാലയത്തെയും വെറും 2 വരികളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല എനിക്ക്. അവരെക്കുറിച്ച് ഞാൻ പറയാം, അധികം താമസിയാതെ തന്നെ. ശരിക്കും ഈ സ്ഥലവും സാമേട്ടനും ഗുരുവാലയവും എല്ലാം തമ്മിലൊരു കണക്ഷനുണ്ട്. ഇവിടെയാണ് ഗുരുവാലയത്തിൻ്റെ തുടക്കം. അതെല്ലാം ഞാൻ പതിയെ പറഞ്ഞിടാം മറ്റൊരു വീഡിയോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് പാറകൾക്കിടയിലൊടുക്കുന്ന ഈ പുഴയെയാണ്. വളരെ മനോഹരമായിരിക്കണം. ഞങ്ങളവിടെ കുറച്ച് സമയമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീഡിയോകളും ഫോട്ടോകളും എല്ലാം എടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പുഴയുടെ മറ്റൊരു തീരത്തേക്ക് നടന്നു പോകുന്ന വഴികളും മരങ്ങളും വള്ളികളും എല്ലാം കൂടി നല്ലൊരു ഭംഗിയായിരുന്നു. സാമേട്ടൻ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എല്ലാവരുമായിട്ട്. പക്ഷെ അതേസമയം എൻ്റെ മനസ്സ് മുഴുവൻ ഈ പുഴയും ഈ കാടും എല്ലാം ഞാൻ കാണുന്ന പോലെ അതേ ഭംഗിയിൽ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ എത്തിക്കാമെന്നായിരുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫോണെടുത്ത് പറ്റാവുന്നിടത്തോളം വീഡിയോകളും ഫോട്ടോകളും എല്ലാം എടുക്കാൻ തുടങ്ങി. എനിക്ക് മതി വരുന്നില്ല, തൃപ്തിയാകുന്നില്ല എത്ര എടുത്തിട്ട്. അത്രത്തോളം ആസ്വദിച്ചു പോവുകയാണ് ഞാനിവിടെ. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും നന്നായി ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെയും ചിലവഴിച്ച് സാമേട്ടൻ്റെ കുറച്ച് കഥകളും ഓർമ്മകളൊക്കെ കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇനിയും പോകാനുണ്ട് ഈ പുഴയുടെ മറ്റൊരു ഭാഗത്തേക്ക്. അതെ, അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് വീണ്ടും. കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഈ പുഴയെ കാണാൻ എന്തൊരു ഭംഗിയാലേ. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാവരും ഈ പുഴയിലിറങ്ങി ആർമാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? ശരിയാണ്,
ഞങ്ങളും ഇറങ്ങുമായിരുന്നു ഈ പുഴയിലേക്ക്. പക്ഷെ നനഞ്ഞു കയറുമ്പോൾ മാറാൻ വസ്ത്രങ്ങളോ ഒന്നും കയ്യിൽ കരുതിയിരുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ കണ്ടാസ്വദിക്കുകയാണ്. ഈ പുഴയെ മുറിച്ച് കടന്ന് അതിൻ്റെ അപ്പുറത്തുള്ള കാട്ടിലൂടെ കുറച്ച് സമയം നടക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പുഴയോരത്തിരിക്കുന്നുണ്ട്. ഞാൻ മാത്രം ഈ ഫോണുമായിട്ട് ഈ കാട്ടിലേക്കൊന്ന് കയറി നോക്കുകയാണ്. കുറച്ച് ദൂരം നടന്നു നോക്കാം. ഞാനറിയാത്ത കാടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഉത്ഭവം ഉള്ളിലുണ്ട് കേട്ടോ. എന്നാലും പോവുകയാണ്. കാരണം ഈ കാഴ്ചകളിൽ എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തോളം നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നൊരു മോഹമുണ്ട് എനിക്ക്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ സുന്ദരമായ നാട്ടിലെ സുന്ദരമായ സ്ഥലങ്ങളെല്ലാം പോയി പറ്റാവുന്നിടത്തോളം ചിത്രങ്ങൾ സ്വരൂപിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത് നിങ്ങളെ കാണിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, എന്നെങ്കിലും എനിക്ക് ഓർക്കുമ്പോൾ എടുത്തു നോക്കാമല്ലോ ഞാൻ സഞ്ചരിച്ച വഴികളും സ്ഥലങ്ങളും. ഈ സുന്ദരമായ നാടിനെ ഓർക്കാൻ എല്ലാം ശേഖരിച്ച് വെക്കുകയാണ് ഞാൻ എൻ്റെ ഓർമ്മകളിലേക്കുള്ള പേജുകളായി. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എൻ്റെ ഓർമ്മകളെയാണ്. ഞാൻ ക്യാമറയിലും നോക്കി കുറച്ച് ദൂരം നടന്നു. കൂടുതൽ ദൂരം പോകാൻ എനിക്ക് കഴിയില്ല. ടോണിയും സുഭാഷും എന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവരുടെ വിളി കേൾക്കുന്നുണ്ട്. ആരോടും പറയാതെ ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്. എന്തായാലും ഇനി ഞാൻ തിരിച്ചു നടക്കുകയാണ് അവരുടെ അടുത്തേക്ക്. ഞാൻ പകർത്തിയ ഈ കാഴ്ചകളെല്ലാം എത്രത്തോളം നിങ്ങൾക്ക് സുന്ദരമായി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും വലിയ വീഡിയോഗ്രാഫറൊന്നല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഈ കൊച്ചു വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വരാൻ ഞാൻ നല്ലൊരു കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.